ഹായ് ഓൾ, വെൽക്കം ടു സെറ്റ് യുവർ ലൈഫ് വിത്ത് മീ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കാൻറ്റർബറി ടെയിൽസിലെ ടെയിൽസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ടെയിൽസും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ടൈം മാത്രമല്ല, നമുക്ക് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ടെയിൽസ് മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. ഇനി കൂടുതൽ ഏതെങ്കിലും ടെയിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ഇനി ഒന്നുകൂടി ബാക്കിയുള്ളൂ, ടെയിൽ ഓഫ് സർ ടോപ്പസ്. ഞാൻ ക്യാരക്ടേഴ്സും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല, ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും എക്സാമിന് പോകുമ്പം ജനറൽ പ്രിലോഗിലെ ക്യാരക്ടേഴ്സൊക്കെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. എന്തായാലും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാനത് ആഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തോടെ നമ്മുടെ കാൻറ്റർബറി ടെയിൽസ് തീരുകയാണ്. ചോസർ എന്ന ടോപ്പിക് ഇന്നത്തെ ഈ വീഡിയോയോടുകൂടി തീർക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ടെയിൽ ഓഫ് സർ ടോപ്പസിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടെയിൽ ഓഫ് സർ ടോപ്പസ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെയിൽ ഓഫ് മെലബി, അതേപോലെ തന്നെ സർ ടോപ്പസ്, ഇത് രണ്ടും ചോസർ പറഞ്ഞിട്ടുള്ളതാണ്. ആഫ്റ്റർ പ്രയറസ് സാഡ് ടെയിൽ, ഹോസ്റ്റ് ആസ് ചോസർ ടു ടെൽ എ സ്റ്റോറി ഇൻ പ്രോസ്. പ്രയറസ് ഒരു സാഡ് സ്റ്റോറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലി ചോസറിനെയാണ് സെലക്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്റ്റോറി പറയാൻ. ആൻഡ് ഒരു പ്രോസിലുള്ള സ്റ്റോറി പറയാൻ ചോസറിനോട് പറയാണ്. അങ്ങനെയാണ് ടെയിൽ ഓഫ് സർ ടോപ്പസ് പറയുന്നത്. പ്രോസിൽ പറയണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം കുറച്ച് റിതമിക് ആയിട്ടുള്ള ഒരു വേഴ്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ഇറ്റ്സ് എൻ അൺഫിനിഷ്ഡ് ടെയിൽ, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ടെയിൽ. ഒരു കുറച്ച് ബോറടിപ്പിക്കുന്ന ഒരു ടെയിലാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് എ നൈറ്റ് ആൻഡ് ഹിസ് ഡിസയർ ടു വിൻ ദ ഹാർട്ട് ഓഫ് എ ക്വീൻ. ഒരു നൈറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്. Sir Topaz is a young knight, hunter, archer and wrestler. ഹണ്ടിങ്ങും ആർച്ചറിയും റെസ്ലിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ഒരു നൈറ്റാണ് സർ ടോപ്പസ്. നല്ല എക്സ്പീരിയൻസ് ആർച്ചറിയിലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. മെനി ഗേൾസ് ആർ വെയിറ്റിംഗ് ഫോർ ഹിസ് ലവ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ കുറേ ഗേൾസ് നടക്കുന്നുണ്ട് ആ ലാൻഡിൽ. ബട്ട് ഒരു നല്ല ഒരു മെയ്ഡിനെ കണ്ടുപിടിക്കാൻ ആ നൈറ്റിന് പറ്റിയിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്നു. ആൻഡ് ഉറക്കത്തിൽ ഒരു ഡ്രീം ഉണ്ടാവുന്നു. ഇൻ ദാറ്റ് ഡ്രീം ഹി സീസ് എ യങ് എൽഫ് ക്വീൻ. ഒരു ക്വീനിനെ കാണാണ്. സ്വപ്നത്തിൽ നിന്ന് എണീറ്റപ്പോൾ ആ ക്വീനിനെ കണ്ടെത്തണമെന്നും എങ്ങനെയെങ്കിലും അവരുടെ ഹാർട്ട് വിൻ ചെയ്യണമെന്നും ഈ നൈറ്റ് വിചാരിക്കുകയാണ്. He has a strong desire to find out that queen and to win her heart. അങ്ങനെ he starts searching. ആ ക്വീനിന് വേണ്ടിയിട്ട് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പല സ്ഥലങ്ങളിലും ആ നൈറ്റ് അന്വേഷിച്ച് പോവാണ് അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ. Then he meets three-headed giant and the giant tells the knight to go away from the land because it was the kingdom of the elf queen. അദ്ദേഹം അന്വേഷിച്ച് നടന്ന ക്വീനിൻ്റെ കിങ്ഡത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന് കാവൽ നിൽക്കാൻ ഒരു 3-headed giant ഉണ്ടായിരുന്നു. ആൻഡ് ആ സ്ഥലത്തുനിന്ന് പോവാൻ നൈറ്റിനോട് ആ ജയൻറ്റ് പറയാണ്. ജയൻറ്റ് ത്രെട്ടൻസ് ഈ നൈറ്റിനെ കൊന്നുകളയുമെന്ന് ത്രെട്ടൻ ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് ദേ ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ബാറ്റിൽ. ആര് ജയിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഒരു യുദ്ധം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ദെൻ ദ നൈറ്റ് ഗോ ടു ഹിസ് ഫാദേഴ്സ് കാസൽ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ബാറ്റിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് നൈറ്റ്.
he collects all the weapons to prepare for the battle. അതുവരെ ആ സ്റ്റോറി പറയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫിനിഷ്ഡ് സ്റ്റോറിയാണ്. സോ ഇത്ര മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ആ ഹാരി ബെയ്ലി, ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലി ഇൻറ്ററപ്റ്റ് ചെയ്യാണ്. Host interrupts and tells Chaucer that he is exhausted of Chaucer's rhyming. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസിൽ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ചോസറിനെ ഹോസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചോസർ ഒരു റൈമിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഹോസ്റ്റ് റിമൈൻഡ്സ് ഹിം ദാറ്റ് ഒരു പ്രോസിലുള്ള കഥ പറയാൻ വേണ്ടി പറയാണ്. And Chaucer replies he is ready to tell the tale in prose, but it might be the repetition of many stories or proverbs that the pilgrims have heard before. Okay, ഞാൻ ഈ റൈമിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോസിൽ സ്റ്റോറി പറയാൻ റെഡിയാണ്. ബട്ട് ഞാൻ പറയുന്ന സ്റ്റോറി പലപ്പോഴും മറ്റുള്ള പ്രോവേർബ്സിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോറീസിൻ്റെയോ ഒക്കെ റിപ്പീറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് പിൽഗ്രിംസ് നേരത്തെ കേട്ടതാകാം എന്നൊക്കെ ചോസർ പറയാണ്. ബിക്കോസ് ആ ഒരു പീരീഡിൽ ധാരാളം സ്റ്റോറീസ് അബൌട്ട് നൈറ്റ്സ് ഹു ആർ ഇൻ സെർച്ച് ഓഫ് ഫെയർ വിമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം മെനി സ്റ്റോറീസ് ഓഫ് നൈറ്റ്സ് ഇൻ സെർച്ച് ഓഫ് ഫെയർ വിമൻ വെയർ ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ്. ആ ഒരു ടൈമിൽ ധാരാളം ആളുകൾ നൈറ്റിനെ കുറിച്ചിട്ടും നൈറ്റിൻ്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചിട്ടും പിന്നെ ഫെയർ വിമന് വേണ്ടിയിട്ടുള്ള സെർച്ചും അങ്ങനെയുള്ള കഥകൾ ധാരാളം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോസിൽ അങ്ങനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ചോസർ ഹോസ്റ്റിനോട് പറയുന്നത്. ആൻഡ് ടിൽ ദ എൻഡ് ചോസർ മെൻഷൻസ് മെനി നൈറ്റ്സ് ഹു ആർ ഇൻ സെർച്ച് ഓഫ് ഗ്ലോറി. ആ ടൈപ്പ് ഓഫ് സ്റ്റോറി തന്നെ അവസാനം വരെ ചോസർ ഇതിൽ പറയുന്ന കുറേ ആളുകളെ മെൻഷൻ ചെയ്യുന്നുണ്ട് ചോസർ ഈ ഒരു ടെയിൽ ഓഫ് സെറ്റ് ടോപ്പസിൽ. ഇതൊരു ഐറോണിക് ആയിട്ടുള്ള ടെയിലാണ്. ആൻഡ് ഹി മോക്സ് അറ്റ് ഹിംസെൽഫ്. ഇത്തരം സ്റ്റോറീസ് വായിക്കുന്ന ആളുകളെ ഒക്കെ അബ്സർഡിറ്റി ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത്തരം സ്റ്റോറീസ് വായിക്കുന്ന ആളുകളെ ഒക്കെ മോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി മോക്സ് അറ്റ് ഹിംസെൽഫ്. വെൻ ദ ഹോസ്റ്റ് റിമൈൻഡ്സ് ഹിം ടു ടെൽ എ സ്റ്റോറി ഇൻ പ്രോസ്, ചോസർ റിപ്ലൈസ് ദീസ് ആർ ഹിസ് ബെസ്റ്റ് വർക്ക്സ് ആൻഡ് ഹി ആഡ്സ് ദാറ്റ് ഹി വിൽ ടെൽ എ ലിറ്റിൽ തിങ് ഇൻ പ്രോസ്. നേരത്തെ ഹാരി ബെയ്ലി ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് ചോസറിനോട് പ്രോസിലൊരു സ്റ്റോറി പറയാൻ പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ചോസർ റിപ്ലൈ ചെയ്യുന്നത് ഇതെൻ്റെ ബെസ്റ്റാണ് ആൻഡ് ഹി വിൽ ടെൽ എ ലിറ്റിൽ തിങ് ഇൻ പ്രോസ് എന്ന് ആഡ് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോസിൽ പറയാമെന്ന് ചോസർ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ടെയിൽ ഓഫ് സെറ്റ് ടോപ്പസിനെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫിനിഷ്ഡ് വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വായിക്കുമ്പോൾ ഒരു ബോറടി തോന്നുന്ന ടൈപ്പ് സ്റ്റോറിയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റോറി ഇൻ കാൻറ്റർബറി ടെയിൽ സീക്വൻസ് ഇസ്. നമുക്കറിയാം കാൻറ്റർബറി ടെയിൽസ് സീരീസിലെ ഫസ്റ്റ് സ്റ്റോറി ഏതാണ്? 2013 ചോദിച്ച ക്വസ്റ്റ്യനാണ്. Answer is Knight's Tale. Second question, the Miller's Tale describes the cuckolding of an Oxford carpenter by a clerk named. Miller's Tale നമ്മൾ പഠിച്ചിട്ടുണ്ട്. കക്കോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുന്ന, വേറൊരു അഫെയർ ഉണ്ടാക്കുന്ന ടൈപ്പ് സ്റ്റോറി. അതായത് പ്രായമുള്ള ഹസ്ബൻഡായിരിക്കും വൈഫ് യങ്ങർ ആൻഡ് വേറൊരാളായിട്ട് അഫെയർ ഉണ്ടാക്കുക. അപ്പോൾ മില്ലേഴ്സ് ടെയിൽ നമുക്ക് ഓർമ്മയില്ലേ, നിക്കോളാസിൻ്റെ സ്റ്റോറി. അപ്പോൾ ദ മില്ലേഴ്സ് ടെയിൽ ഡിസ്ക്രൈബ്സ് ദ കക്കോൾഡിങ് ഓഫ് എൻ ഓക്സ്ഫോർഡ് കാർപ്പൻറ്റർ ബൈ എ ക്ലർക്ക് നെയ്മഡ്. 2013 ഡിസംബറിൽ ചോദിച്ചതാണ്. ആൻസർ ഈസ് നിക്കോളാസ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ കാൻറ്റർബറി ടെയിൽസ് ഡാഷ് is a version of the wedding of Sir Gawain and Dame Ragnell. 2013 ഡിസംബറിൽ ചോദിച്ചതാണ്. അതായത് കാൻറ്റർബറി ടെയിൽസിലെ ഒരു സ്റ്റോറി സർ ഗവൈൻ ആൻഡ് ഡെയിം റാഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതേത് ടെയിലാണ്? അതേതിൻ്റെ വേർഷനാണ്?
അതാണ് ക്വസ്റ്റ്യൻ. 2013 ഡിസംബറിൽ ചോദിച്ചതാണ്. ആൻസർ ഇസ് ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ. വൈഫ് ഓഫ് ബാത്തിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, ആ ടെയിൽ സഗവേൻ ആൻഡ് ഡെയിം റാഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിൻ്റെ വേർഷനാണ്, വേറൊരു വേർഷനാണ്. അങ്ങനെ പറയാൻ 2-3 കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൻറ്റർബറി ടെയിൽസിലെ ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിലിൽ എന്തായിരുന്നു സ്റ്റോറി ഓർമ്മയുണ്ടോ? ഒരു അഗ്ലി വുമൺ വേറൊരു സുന്ദരിയായിട്ടുള്ള ലേഡിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതായിരുന്നു. അത് ഒന്നാമത്തെ പോയിൻ്റാണ്. അതേ സംഭവം തന്നെ സഗവേൻ്റെയും റാഗ്നൽ ആ വർക്കിലും ഉണ്ട്. അഗ്ലി വുമൺ ട്രാൻസ്ഫോംഡ് ഇൻടു ബ്യൂട്ടിഫുൾ ലേഡി. പിന്നെ ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ നൈറ്റ് പോകുന്നുണ്ടായിരുന്നത്, വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്. ആ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വാട്ട് വിമൻ വാണ്ട് മോസ്റ്റ് ഇൻ ദ വേൾഡ്? സ്ത്രീകൾക്ക് ഈ വേൾഡിൽ എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് സഗവേൻ ആൻഡ് ഡെയിം റാഗ്നലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു, രണ്ടിനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു അത് രണ്ടിലെയും ക്യാരക്ടേഴ്സ് പോകുന്നുണ്ടായിരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, 2 വർക്കിലെയും ക്യാരക്ടേഴ്സിന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ 1 വർഷത്തിൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടേഴ്സ് ഗോട്ട് 1 year ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അപ്പോൾ ഈ 2-3 പോയിന്റ്സ് ആണ് കാൻറ്റർബറി ടെയിൽസിലെ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ സഗവേൻ ആൻഡ് ഡെയിം റാഗ്നലിൻ്റെ വേറൊരു വേർഷനാണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2015 ചോദിച്ചതാണ്. The general prologue of the Canterbury Tales gives an account of the journey of the pilgrims under the guidance of. മീനിങ് എന്താണ്? ആരുടെ ഗൈഡൻസിലാണ് കാൻറ്റർബറി ടെയിൽസിൽ ആ പിൽഗ്രിംസിൻ്റെ ജേർണി ഉണ്ടായിരുന്നത്? ഹോസ്റ്റ് ആരാണ്? ആൻസർ ഈസ് ഹാരി ബെയ്ലി. 5th ക്വസ്റ്റ്യൻ 2016 ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് എ പ്രോസ് ടെയിൽ ഇൻ ചോസേഴ്സ് ദ കാൻറ്റർബറി ടെയിൽസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ്സ് ടെയിൽ, പാഴ്സൺസ് ടെയിൽ, സ്ക്വയേഴ്സ് ടെയിൽ, വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ. നമുക്കറിയാം പാഴ്സൺസ് ടെയിലാണ് തന്നിരിക്കുന്നതിൽ പ്രോസ്. 6th question. How many pilgrims according to Chaucer were part of the company that arrived at the tabard as he lay there? 2019 ക്വസ്റ്റ്യൻ ആണ്. 29 പിൽഗ്രിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചോസർ. 7th question. Who was the first to print the Canterbury Tales? Canterbury Tales first print ചെയ്ത ആരാണ്? 2019 ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് വില്യം കാക്സ്റ്റൺ. 8th question. Which character in Chaucer's general prologue was stout and brawny with a wart on his nose? 2019 ചോദിച്ചതാണ്. 2019 ജൂലൈയിലെ ക്വസ്റ്റ്യൻ. ഏത് ക്യാരക്ടറാണ് സ്റ്റൗട്ട് ആൻഡ് ബ്രോണി ആയിട്ടുള്ളത്? സ്റ്റൗട്ട് എന്താണ്? ബോൾഡ് ഓർ സ്ട്രോങ് ആയിട്ടുള്ള. ബ്രോണി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി സ്ട്രോങ്. വോട്ട് എന്താണ്? അരിമ്പാറ പോലത്തെ സാധനം. അപ്പോൾ സ്റ്റൗട്ട് ആൻഡ് ബ്രോണി ആയിട്ടുള്ള ഒരു വോട്ട് നോസിലുള്ള ക്യാരക്ടർ ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ദ മില്ലർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടേഴ്സൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് ഒക്കെ തീരുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു റൈറ്റർ ആയിരിക്കും ഉണ്ടാവുക. റൈറ്ററിനെ കുറിച്ചായിരിക്കും ക്ലാസ്. ചോസറിൻ്റെ കാലഘട്ടം ആയിരിക്കും. ആ സമയത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് വർക്ക്സൊക്കെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു.